മായ ആൻഡ് അങ്ങനെ നമ്മളുടെ ഷാബു വന്നിരിക്കുകയാണ്. ഷാബു ജേർണി ത്രൂ ബുക്സിലൂടെ ഇന്ന് നമ്മളെ പരിചയപ്പെടുത്താൻ പോകുന്ന പുസ്തകത്തിനെ കുറിച്ച് സംസാരിക്കാം. A journey through books with Maya and Shabu. Only on Life with It. ഗുഡ് മോർണിംഗ് ടു യു ഷാബു. വെരി ഗുഡ് മോർണിംഗ് മായ. നമ്മൾ അങ്ങനെ ഒരു ചെറിയ അവധിക്കാലത്തിന് ശേഷമൊക്കെ തിരിച്ചു വന്നു. അതെ അതെ. അപ്പൊ ഇന്ന് ജേർണി ത്രൂ ബുക്സിൽ നമ്മൾ കഴിഞ്ഞ ഒരു മൂന്നാഴ്ചയായിട്ട് ഈ പുതുകാല എഴുത്തുകാർ അല്ലെങ്കിൽ പുതിയ എഴുത്തുകാരുടെ കഥകളാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ശരിക്കും നമുക്കൊരു കൊള്ളാലോ ഈ കഥ എന്ന് നമുക്ക് തോന്നുന്ന കഥകളൊക്കെ നമ്മൾ കേൾക്കുകയും ചെയ്തു. അപ്പൊ ഇന്ന് നമ്മൾ മറ്റൊരു പുസ്തകം എടുക്കാനിരുന്ന സമയത്താണ് ഞാൻ ഇന്നലെ ഒരു ടർക്കിഷ് റൈറ്ററിന്റെ ഒരു കഥ വായിച്ചു. അതൊരു പുതിയ കഥയാണ്, പുതുകാല കഥ എന്ന് പറയാം. പക്ഷെ അവരങ്ങനെ ഒരു പുതിയ എഴുത്തുകാരിയൊന്നും അല്ല, എങ്കിലും ഈ പറഞ്ഞ പോലെ പുതിയ കാലത്തെ ഒരു എഴുത്തുകാരിയാണ്. ആ കഥയുടെ പേര് മർസായി എന്നാണ്. മർസായി എന്ന് വെച്ചാൽ ആക്ച്വലി ഫ്രാൻസിലെ പാരീസിലെ ഒരു സ്ഥലത്തിന്റെ പേരാണ്, ഒരു പോർട്ട് സ്ഥലത്തിന്റെ പേരാണ്. എഴുതുമ്പോഴത്തേക്ക് MARSAILLE. ഓ ശരി. ഫ്രഞ്ചുകാർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അങ്ങനെയാണ് ആ കഥയുടെ പേര് കൊടുത്തിരിക്കുന്നത്, മാർസായി. അപ്പൊ അത് വായിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ നമ്മുടെ തന്നെ ഒരു പുതിയ കാല ഒരു റൈറ്റർ പുണ്യ സിയാറിന്റെ ഒരു കഥ വായിക്കാനിടയായി. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇത് രണ്ടും കൂടി എങ്ങനെയാണ് പറയാൻ പറ്റുക എന്ന് ആലോചിച്ചു. ഈ മാർസായി എന്ന് പറഞ്ഞ മായ വായിക്കുമ്പോൾ മനസ്സിലാവും, ഐസുഗി സവാഷ് എന്നാണ് ഈ തുർക്കി റൈറ്ററുടെ പേര്, ഐസുഗി സവാഷ്. അപ്പൊ അവരുടെ ഈ കഥയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ആക്ച്വലി 1 വയസ്സായ ഒരു കുഞ്ഞിന്റെ അമ്മ അവരുടെ യൂണിവേഴ്സിറ്റി ഫ്രണ്ട്സുമായിട്ട് ഒന്ന് കറങ്ങാൻ പോകുന്നതാണ്. അപ്പൊ ഹസ്ബൻഡ് വരുന്നു. ഹസ്ബൻഡ് അദ്ദേഹത്തിന്റെ ടൂറൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് അദ്ദേഹത്തെ ഈ 1 വയസ്സായ കുട്ടിയെ ഏൽപ്പിച്ചുകൊണ്ട് ഇവർ കറങ്ങാൻ പോകുന്നതാണ് ഇതിന്റെ തുടക്കം. അപ്പൊ ഞാനത് പെട്ടെന്ന് ആലോചിച്ചു വെച്ചാല്, അപ്പൊ അവരെ സംബന്ധിച്ച് അതൊരു വിഷയമേ അല്ല. നമ്മുടെ അവിടെയാണ് 1 വയസ്സായ കുട്ടിയെ വിട്ടിട്ട് കറങ്ങാൻ പോകുന്നുണ്ടോ? കാരണം കുട്ടിക്ക് പാല് കൊടുക്കേണ്ട സമയമൊക്കെ ആണല്ലോ ആ 1 വയസ്സെന്ന് പറയുന്നത്. അപ്പൊ ഇവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആമിന, ആൽബ, ലിസ, അങ്ങനെ ഈ 3 പേര് ഇവർ യൂറോപ്പിൽ തന്നെ അവിടെ നിന്ന് ഓരോരുത്തരും, ഒരാൾ മാഡ്രിഡിൽ നിന്ന്, വേറൊരാൾ സൂറിച്ചിൽ നിന്നൊക്കെ വരുന്നു. അങ്ങനെ ഇവർ 3 പേരും കൂടെ കറങ്ങാൻ പോകുന്നതാണ് അതിലെ കഥ പറയുന്നത്. കഥയ്ക്കകത്ത് വേറൊന്നുമില്ല, ഇവർ 3 പേരും അവരൊരു പ്ലാൻ ഉണ്ടാക്കുന്നുണ്ട്, ഗേൾസ് ട്രിപ്പാണ്. അപ്പം അവർ പോകുന്നതും ഒക്കെയാണ് സംഭവം. അപ്പം ഞാൻ പറഞ്ഞു വെച്ചാല് ആ കഥയ്ക്കകത്ത് ഇവർ പോകുന്നതിന്റെ ഒരു കാഴ്ചയും മാത്രമേ ഉള്ളൂ, ഒരു പർപ്പസ് അല്ല ആ കഥയുടെ ഉദ്ദേശം. കഥ ഇങ്ങനെയുള്ളവർ പോയി എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ കഥകളിലൊക്കെ അതിനകത്തൊരു പർപ്പസ് ഉണ്ടാവും. അപ്പൊ അത് പറയുന്നത് ചിലപ്പോൾ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റിന്റെ ഭാഗമായിട്ടൊരു ജാതി പറയാം. അത് ഈ പർപ്പസ് കൊണ്ടുവരുന്നത് നമുക്കൊരു ജസ്റ്റിഫിക്കേഷന് വേണ്ടിയാണോ? ഈ ഒരു ജസ്റ്റിഫിക്കേഷന് വേണ്ടിയിട്ടല്ല. ഒരുപക്ഷെ നമ്മൾ വളർന്ന സാഹചര്യം, നമ്മുടെ ഒരു സൊസൈറ്റി വേറെയാണ്. നമ്മളെപ്പോഴും പറഞ്ഞു വെച്ചാൽ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു ലൈഫ്, ഒരു ലീഷർ, ഒരു എന്റർടൈൻമെന്റ് ആണ്. ആ എന്റർടൈൻമെന്റിന്റെ ഭാഗമായി വരുന്ന ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. ഇതിനകത്ത് പക്ഷെ ഞാൻ പറഞ്ഞില്ല, തുടക്കത്തിൽ എന്ന് പറയുമ്പോഴത്തേക്കും അവർ കുറെ കൂടി ഒരു മോഡേൺ, ഒരു ലിബറൽ സൊസൈറ്റിയിലാണ്. അതുകൊണ്ടാണ് 1 വയസ്സായ കുട്ടിയെ ഇട്ടിട്ടും എനിക്കും പോകാം, കാരണം ഹസ്ബൻഡ് ബാക്കി നോക്കിക്കൊള്ളണം എന്നുള്ളതാണല്ലോ. പക്ഷെ നമ്മുടെ അവിടെ പറയുമ്പോഴത്തേക്ക് കഥയുടെ സ്വഭാവം മാറി അല്ലേ. പക്ഷെ ഇവിടെ ഈ ലാലി എന്ന് പറഞ്ഞൊരു കഥ വായിച്ചപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്, അതും ഇതും കൂടി എങ്ങനെ ക്ലബ് ചെയ്യാന്നുള്ളതാണ്. ലാലി വളരെ രസകരമായ ഒരു കഥയാണ്, പുണ്യ സിയാറിന്റെ ഒരു കുഞ്ഞു കഥയാണ്. അതിന്റെ തുടക്കം എങ്ങനെയാണ്, ഏതോ പുതുകാല ചലച്ചിത്രത്തിലെ ചിരപരിചിത പശ്ചാത്തലം പോലെ ഉണ്ടായിരുന്നു ആ തെരുവ്. എന്നിട്ടും ബസ് ഇറങ്ങിയ സ്ഥലം തനിക്കേറെ അപരിചിതമാണെന്ന തോന്നലുണ്ടായി ലാലിയമ്മയ്ക്ക്. തിരക്കേറിയ ചലനങ്ങളാൽ കൊരുക്കപ്പെട്ട മനുഷ്യർക്കിടയിലൂടെ കയ്യിലെ സഞ്ചിയുടെ കനവും പേറി ലാലിയമ്മ നടന്നു. കാലെത്ര നീട്ടിവെച്ചാലും തെരുവിന്റെ താളത്തെ കവച്ചു കടക്കാനാവില്ല എന്നവർക്ക് തിരിച്ചറിവുണ്ടായി. ചുവപ്പിൽ ചന്ദന കളർ പൂക്കളുള്ള സാരി തലപ്പെടുത്ത് അരയിൽ തിരുകി തൂക്കിപ്പിടിച്ച സഞ്ചിയെടുത്ത് ഒക്കത്ത് വെച്ച് ലാലിയമ്മ നടത്തത്തിന്റെ വേഗത കൂട്ടി. അറിഞ്ഞ പ്രകാരമാണെങ്കിൽ ഇവിടുന്ന് നേരെ തൊട്ടടുത്തുള്ള ഓട്ടോ സ്റ്റാൻഡിൽ പോയി ഒരു ഓട്ടോ പിടിച്ച് ഭാരതി സ്ട്രീറ്റ് ചെന്നിറങ്ങണം. അവിടെ നിന്ന് തിരക്കിയാൽ വീട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ലാലിയമ്മ പോവാണ് ഈ പറഞ്ഞ സാരിയൊക്കെ ഉടുത്ത്. എവിടെയാ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അവളുടെ പൂർവ്വ കാമുകനെ കാണാൻ പോവാണ്. നരേന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. നരേന്ദ്രന്റെ സ്വപ്നത്തിൽ പോലും ഉണ്ടായി കാണില്ല ഇങ്ങനൊരു രംഗം. അതികാലത്ത് എഴുന്നേറ്റ് കുളിച്ച് സാരി ഉടുത്ത് പൊട്ടുകുത്തി കവലയിൽ നിന്നുമുള്ള ആദ്യത്തെ ബസ്സും പിടിച്ച് ലാലി തന്നെ കാണാൻ വരുന്നു. അല്ലെങ്കിലും മുഖം പോലും മറന്നു തുടങ്ങിയൊരു കാലത്ത് അപ്രതീക്ഷിതമായി കണ്ടുമുട്ടിയപ്പോൾ ലാലി ഒരു ദിവസം വീട്ടിലേക്കൊക്കെ വാ എന്ന് അദ്ദേഹം പറഞ്ഞതേ ഉള്ളൂ. അത് കേട്ട ഉടനെ ലാലി ഇങ്ങനെ പോകുമെന്ന് പുള്ളി പ്രതീക്ഷിച്ചില്ല. ഇനി ഈ ലാലിയും നരേന്ദ്രനും സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്തുണ്ടായിരുന്ന പ്രേമമായിരുന്നു. ആ പ്രേമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പ്രേമമായിരുന്നു. അപ്പുറം ഇപ്പുറമായിരുന്നു, വീടായിരുന്നത് കൊണ്ട് ആ പ്രേമം തൊട്ടും പിടിച്ചുള്ള പ്രേമം വരെയൊക്കെ ആയി. പക്ഷേ ലാലിക്ക് അങ്ങനെ ഉപരിപഠനത്തിനൊന്നും പോകാൻ പറ്റിയില്ല. പക്ഷെ നരേന്ദ്രൻ ഉപരിപഠനത്തിനൊക്കെ പോയി. ഇനി പുണ്യ സിയാർ കുറച്ച് പറഞ്ഞിട്ട് ബാക്കി ഞാൻ കഥയിലേക്ക് വരാം.
വളരെ ചുരുങ്ങിയ സമയമെടുത്ത് ഞാൻ എഴുതി പൂർത്തിയാക്കിയ ഒരു കഥയാണ് ലാലി. ഏതാണ്ട് ഒരു ദിവസം മാത്രമാണ് അതിന്റെ എഴുത്ത് പ്രോസസ്സിന് ആവശ്യമായിട്ട് വന്നുള്ളൂ. എഴുത്ത് ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആക്കി. എന്നാൽ ആ കഥയുടെ ഒരു ആശയം, ആ ഒരു കഥാ ബിന്ദു എൻ്റെ മനസ്സിൽ വളരെ കാലങ്ങൾക്ക് മുന്നേ തന്നെ ഉണ്ടായിരുന്നു. കഥ എൻ്റെ മനസ്സിലേക്ക് വന്നത് ഒരു ചെറിയ ഫ്രെയിം ആയിട്ടാണ്. ഒരു മൂമെന്റ്, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു സ്ത്രീ, ഒരു മധ്യവയസ്കയായ സ്ത്രീ കുറെ കാലങ്ങൾക്ക് ശേഷം സാരിയൊക്കെ കൊടുത്ത് കയ്യിലൊരു സഞ്ചിയൊക്കെ പിടിച്ച് അവരുടെ പൂർവ്വകാമുകനെ കാണാൻ വേണ്ടി പോകുന്നു. അപ്പൊ അവരുടെ മുഖത്ത് ഒരേ സമയം സന്തോഷമുണ്ട്, ആകാംക്ഷയുണ്ട്, എക്സൈറ്റ്മെന്റ്, ഒരു കൺഫ്യൂഷൻ ഉണ്ട്, പ്രതീക്ഷയുണ്ട്, പഴയ ഓർമ്മകൾ കൊണ്ടുണ്ടാവുന്ന ഒരു വല്ലാത്ത സമാധാനമോ സന്തോഷമോ ഒരു ത്രില്ലോ ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു സ്ത്രീ പൂർവ്വകാമുകനെ കാണാൻ പോകുന്നു എന്നുള്ളൊരു ചിത്രത്തിൽ നിന്നാണ്, എന്നൊരു ഫ്രെയിമിൽ നിന്നാണ് ആക്ച്വലി ഈ കഥ വരുന്നത്. ഈ മുൾവേലിക്ക് അപ്പുറം ആയിരുന്നു, അതായത് അപ്പുറം ഇപ്പുറം ആയിരുന്നു ലാലിയമ്മയുടെ പെരയും നരേന്ദ്രന്റെ വീടും. അതിൽ തന്നെയുണ്ട് ലാലിയമ്മയുടെ പെരയും നരേന്ദ്രന്റെ വീടും. പ്രണയം പൂത്തു പടർന്ന് പന്തല് വിരിച്ച കാലത്താണ് നരേന്ദ്രൻ ഉപരിപഠനത്തിനായി പട്ടണത്തിലേക്ക് പോകുന്നത്. കൂലിപ്പണിക്ക് പോക്കും വീട്ടുപണി എടുപ്പും പോത്തിനെ നോട്ടവും അപ്പനെ കൊണ്ട് ഒറ്റയ്ക്ക് കൂടാത്തതുകൊണ്ട് 10ാം ക്ലാസ്സോടെ ലാലിയമ്മയുടെ പഠിപ്പ് തീർപ്പായി. അപ്പോഴും പ്രണയം തുടർന്നു. നരേന്ദ്രൻ എല്ലാ മാസവും ലാലിയെ കാണാനെത്തി. ഓരോ യാത്ര പറച്ചിലും അവരിരുവരും കെട്ടിപ്പിടിച്ച് തോർന്നു. പിരിയുമ്പോൾ നരേന്ദ്രന്റെ ഹൃദയത്തിന്റെ പൊടിപ്പുകൾ ലാലിയമ്മയുടെ വിരലറ്റങ്ങളിൽ തൂങ്ങി നിന്നു. ഇങ്ങനെയൊക്കെ അവരുടെ പ്രണയം ഒക്കെ ആയിരുന്നു. അവസാനം ഈ അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ടും ഈ പോത്തും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ലാലിയമ്മ വിവാഹം പോലും കഴിച്ചില്ല. ഓക്കെ, ലാലിയമ്മയോട് പലരും ചോദിക്കുന്നുണ്ട്, ജീവിക്കണ ഒരു ആൺതുണ വേണ്ടേ എന്ന എക്കാലത്തെയും ചോദ്യത്തിന് പെണ്ണിന് ഒരുത്തനും വേണ്ട എന്ന സ്വജീവിതം കാട്ടി ലാലി ഉത്തരം പറഞ്ഞു. ലാലി ഇപ്പോൾ ഒരു സ്കൂളിലെ അടുക്കളയിൽ, അതായത് വേവിച്ചു കൊടുക്കുന്ന ഒരു സ്ത്രീയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നോക്കുമ്പോഴത്തെ പരിചയമുള്ളൊരു മുഖം വരുന്നു. നരേന്ദ്രനല്ലേ അത്? നരേന്ദ്രൻ DO ആയിട്ട് വന്നതാണ് സ്കൂളിൽ ഇൻസ്പെക്ഷന്. അപ്പോൾ ഉടനെ തന്നെ ലാലിയമ്മ ചോദിച്ചു, നരേന്ദ്ര എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചോണ്ട് ചെന്നു. ബാക്കിയുള്ള അധ്യാപകരൊക്കെ ഞെട്ടി, കാരണം സ്കൂളിൽ വേവിക്കുന്ന ഒരു സ്ത്രീയാണ്, DO ആണ് നരേന്ദ്രൻ എന്നൊക്കെ വിളിച്ചോണ്ട് ചെല്ലുന്നത്. അപ്പൊ ഇദ്ദേഹം ആദ്യം ഒന്ന് അമ്പരന്നെങ്കിലും പിന്നീട്, കാരണം പഴയ കാമുകയാണല്ലോ, ആ ലാലിയമ്മയോ എന്നെല്ലാവരെയും പാടി നോക്കവേ അയാൾ മടിച്ചു പരിചയം കാണിച്ചു. അപ്പോഴാണ് പറഞ്ഞത്, ഒരു കാര്യം ചെയ്യൂ ലാലു, ഒരു ദിവസം വീട്ടിലേക്ക് വാ എന്ന് പറഞ്ഞു. ആ പറച്ചിലാണ്, അത്രേ പറഞ്ഞുള്ളൂ. ആ പറച്ചിലാണ് രാവിലെ സഞ്ചിയൊക്കെ എടുത്ത് സാരിയൊക്കെ ആയിട്ട് ലാലിയമ്മ അങ്ങോട്ടേക്ക് പോകുന്നത്. ഇനി രാവിലെ അവിടെ ചെല്ലുന്നു. പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രൻ ഞെട്ടിപ്പോവാണ്. കാരണം ലാലിയമ്മ കയറി വന്നിരിക്കുന്നത്. വീട്ടിൽ ഭാര്യയും 2 കൊച്ചുങ്ങളും ഒക്കെ ഉണ്ട്. കൊച്ചുങ്ങളാണെന്ന് പറഞ്ഞാൽ വലുതായിട്ടുള്ള കുട്ടികളാണ്. പക്ഷേ ഭാര്യ വളരെ പെട്ടെന്ന് തന്നെ ഇവരുമായിട്ട് അടുത്തു. ഓക്കെ, പിന്നീട് നമുക്ക് അവസാനത്തിലേക്ക് വരാം. രസകരമായിട്ട് കഥ പറഞ്ഞിട്ടുണ്ട്. ലാലിയമ്മയും സീമയെന്നാണ് ഈ ഭാര്യയുടെ പേര്. ഇവർ ഞൊടിയുടെ കൊണ്ട് കൂട്ടുകാരായി. അവരിരുവരും ചേർന്ന് ഉലുവയിട്ട കാപ്പി തിളപ്പിച്ചു. കാപ്പിക്കപ്പുമായി സീമ നട്ട് നനച്ച അടുക്കളത്തോട്ടത്തിലൂടെ നടന്ന് വർത്തമാനം പറഞ്ഞു. ലാലി തന്റെ ചെറിയ ചെറിയ യാത്രകളെയും കാലിവളർത്തലിനെയും ചിത്രപ്പണികളെയും അച്ചാറ് കൂട്ടുകളെയും പറ്റി വാചാലയായി. സീമ അതിശയത്തോടെയും കൊതിയോടെയും കേട്ടിരുന്നു. വീട്ടുപണിയും തിരക്കുകളും ഒഴിഞ്ഞ് ഒന്നിനും നേരമില്ലെന്ന് വിഷമം ചൊരിഞ്ഞു. വല്ലാതെ നേരമില്ലായ്മ തോന്നുമ്പോൾ ഒരു സിനിമയ്ക്കങ്ങ് വച്ചു പിടിച്ചേക്കെന്നൊക്കെ ലാലിയമ്മ ഉപദേശമൊക്കെ കൊടുത്തു. അങ്ങനെ ഇവർ തമ്മിൽ ഒരുപാട് വർത്തമാനം പറഞ്ഞു, മനസ്സ് തുറന്ന് പറഞ്ഞു. ഓക്കെ, കഥ അവസാനിക്കുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗേറ്റിനപ്പുറത്തേക്ക് ലാലിയെ നരേന്ദ്രനും അനുഗമിച്ചു. എല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം കുട്ടികളൊക്കെ കണ്ടു, എല്ലാവരും ഹാപ്പിയാണ്. തിരികെ പോകാൻ വേണ്ടി ലാലിയമ്മ പോവാണ്. ഗേറ്റിനപ്പുറം വരെ കൂടെ നരേന്ദ്രൻ പോയി. കാരണങ്ങൾ ഏതുമില്ലാത്ത ശൂന്യത തന്നെ വന്ന് പൊതിയുന്നതായി അയാൾക്ക് തോന്നി. ലാലി നിശബ്ദയായിരുന്നു. ലാലി ഗേറ്റും കടന്ന് മുന്നോട്ട് നടക്കാൻ തുനിഞ്ഞ ലാലിയെ നരേന്ദ്രൻ മടിച്ചു ഒച്ച താഴ്ത്തി വിളിച്ചു. ലാലി ഒരു നിമിഷം നിശ്ചലയായി. പിന്നെ പിറകിലേക്ക് തിരിഞ്ഞ് 2 അടി മുന്നോട്ട് നടന്ന് നരേന്ദ്രൻ അഭിമുഖം നിന്നിട്ട് പറഞ്ഞു, അന്ന് നീ എന്നെ ഇട്ടേച്ചും പോയത് നന്നായി നരേന്ദ്ര. ഇല്ലേല് നിന്നെയും കെട്ടി നിന്റെ പിള്ളേരെയും പെറ്റ്, ബാക്കി ഇങ്ങനെ പറയാണ്, നിന്റെ അടിവസ്ത്രങ്ങളും കഴുകി പ്രേമവും പ്രതീക്ഷയും കെട്ട് ലാലി എന്നേയും മരിച്ചു പോയേനെ. നിനക്ക് പെണ്ണുങ്ങളെപ്പറ്റി ഒന്നും അറിയത്തില്ല, പ്രേമത്തെ പറ്റി എന്ന് പറഞ്ഞ് ലാലി പോവാണ്. നനുത്ത വൈകുന്നേരക്കാറ്റിൽ ആടിയുലഞ്ഞ കടൽത്തിര കണക്കെ നടന്നു നീങ്ങുന്ന ലാലിയെ നോക്കി നരേന്ദ്രൻ ഏറെ നിശബ്ദതയോടെ നിന്നു. ഇതാണ് ലാലിയമ്മയുടെ കഥ. ആലോചിച്ചു. അതായത് പറഞ്ഞു വന്ന കഥ വേറെയാണ്. അതായത് ആ പ്രണയത്തിന്റെ ഏറ്റവും അവസാനം ഒരു സാധാരണ പെണ്ണ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, ഒക്കെ കഴിഞ്ഞിട്ട് നിനക്ക് പ്രേമത്തെക്കുറിച്ചൊന്നും അറിയില്ല. അത് വിവാഹശേഷം ഉണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച് കൃത്യമായി തന്നെ പറയുന്നതാണ്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ തുർക്കി റൈറ്ററുടെയും ഇതും തമ്മിലുള്ള ഒരു വ്യത്യാസം കാണിക്കുന്നത്. എന്തായാലും ഇതാണ് ലാലിയമ്മ.